ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 46. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. 27 മുതൽ 31 വരെ നമുക്ക് വായിക്കാം. എന്നിട്ട് പറ്റാവുന്നത്ര 31 വരെ പറ്റുമെങ്കിൽ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ദാവീദ് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരുന്നു. അവിടുന്ന് എൻ്റെ വലത്തുവശത്ത് ഇരിക്കുന്നതിനാൽ ഞാൻ പതറിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജനം പ്രത്യാശയോടെ വസിക്കും. അങ്ങ് എൻ്റെ പ്രാണനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. അങ്ങ് ജീവൻ്റെ മാർഗങ്ങൾ എന്നെ അറിയിച്ചു. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും. പുരുഷന്മാരെ, സഹോദരന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനാകയാൽ തൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുവനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദൈവം തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ജനം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചത്. പത്രോസിൻ്റെ പെന്തക്കോസ്ത പ്രസംഗമാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെക്കുറിച്ച് ആ തിരുവുത്ഥാനം നടന്ന ആ പ്രദേശത്ത് വെച്ച് പ്രസംഗിക്കുകയാണ്. ആ തിരുവുത്ഥാനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രസംഗം, ഈ സ്ലീഹന്മാർ നടപടി പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ പ്രസംഗം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കർത്താവ് ചുമച്ചക്കുരിശിൽ മരിച്ചിട്ടില്ല, അവൻ ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഇസ്ലാം സഹോദരന്മാരിൽ കുറേ പേര് ഇങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ സാക്ഷ്യം, ഇത് ഇല്ലേ, ഉത്ഥിതനെ കണ്ടവൻ്റെ സാക്ഷ്യം. ആ കല്ലറ ശൂന്യമായിരുന്നു എന്ന് ആ ഉത്ഥാനം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ കൂടിയിരിക്കുന്ന ഒരു 30,000 പേരോട് പ്രസംഗിക്കുന്ന ഒരു രംഗമാണ്. ഈ പ്രസംഗം കേട്ടിട്ട് 10% ആളുകൾ, ഈ 30,000-ൽ 10% ആളുകൾ, 3,000-ഓളം പേര് അന്ന് തന്നെ ക്രിസ്ത്യാനികളാവുകയും ചെയ്തു. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ്. യേശു ഉത്ഥാനം ചെയ്തുവെന്ന് തിരുവചനങ്ങൾ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, പാതാളമില്ല, നരകമില്ല, യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും അങ്ങനെയുള്ള കൂട്ടരുണ്ടല്ലോ. കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് പോയിട്ട് കത്തോലിക്കരെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, അവരെല്ലാം ഈ തിരുവചനത്തിൽ ഒരു വചനം തെറ്റിദ്ധരിച്ചിട്ടാണ്, അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ കത്തോലിക്കർക്കെതിരെ പറയുന്നത്. പത്രോസ് എന്ത് പറഞ്ഞുവെന്ന് തിരിച്ചറിയാതെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു തിരുവചന പാഠവും അതിൻ്റെ വ്യാഖ്യാനവുമാണ്. മിസ്സാകരുത്. പറ്റാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുത്ത് ലോകത്തുള്ള സകലരോടും ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ ഓരോ ക്രിസ്ത്യാനിയും പ്രേക്ഷിതനാണ്. നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുകയും കേൾക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കേൾക്കേണ്ടതുണ്ടെന്ന് അറിയുന്ന എല്ലാവർക്കും അത് അയച്ചു കൊടുക്കുകയും വേണം. ഞാനത് വ്യൂസ് കൂടാനോ അതൊന്നല്ല കാര്യം. ഇത് സുവിശേഷ പ്രഘോഷണമാണ്. ഞാൻ ചെയ്യുന്നത് ഇല്ലേ, നിങ്ങളെല്ലാവരും ഏറ്റുപിടിക്കുമ്പോഴാണ് ഈ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത ദൗത്യം, ഓരോ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത ദൗത്യം നിങ്ങളുടെ മക്കൾക്കും ഇത് പറഞ്ഞു കൊടുക്കണം, കൂട്ടുകാരോടും അങ്ങനെ എല്ലാവരും അങ്ങനെ പറഞ്ഞ് ലോകം മുഴുവൻ അറിയണം ഈ എന്താണ് ക്രിസ്തുവിൽ സംഭവിച്ചതെന്ന്. നമുക്കിതിലത്തെ ഓരോ വചനങ്ങൾ എടുക്കാം. 25-ാം വാക്യം: ദാവീദ് അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുവല്ലോ: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരുന്നു. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചതിന് ദാവീദ് ദൈവത്തിന് നന്ദി പറയുന്ന സങ്കീർത്തനത്തിൽ നിന്നാണ് പത്രോസ് ഈ വചനം എടുക്കുന്നത്. സങ്കീർത്തനം 16:81 മുതലുള്ള വചനങ്ങൾ. 16-10-11 അധ്യായം 11-ാമത്തെ വാക്യം തോന്നുന്നു, 11 അല്ലെങ്കിൽ 10-11. ദാവീദ് മരിക്കുകയും യെറൂസലേമിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തതിനാൽ, അതിന് തെളിവായി ദാവീദിന്റെ കല്ലറ യെറൂസലേമിൽ ഉള്ളതിനാൽ, പത്രോസ് പറയാണ് അവൻ്റെ കല്ലറ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഈ പ്രാർത്ഥന നിവൃത്തിയായത് ദാവീദിലല്ല, മിശിഹായിലാണ് എന്നാണ് പത്രോസ് പറയണേ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരുന്നു എന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദാവീദ് മരിച്ചു, അടക്കം ചെയ്തു, ആ കല്ലറ അവിടെയുണ്ട്. അപ്പോൾ എപ്പോഴും ദാവീദിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം ദാവീദിൽ പൂർത്തിയായില്ല, മിശിഹായിലാണ് പൂർത്തിയായത് എന്നാണ് പത്രോസ് വ്യാഖ്യാനിക്കുന്നത്.
ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട മിശിഹ മാത്രമാണ് ജീർണത ഏൽക്കാത്തവൻ. അത് 2:31 അത് പറയുന്നുണ്ട്. നമ്മളിന്ന് കേട്ടതാണ്. അവൻ അഴുകിയില്ല, അതായത് ദ്രവത്വം പ്രാപിച്ചില്ല. അഴുകിയില്ല, ദ്രവത്വം ഇല്ലേ, ദ്രാവകം ദ്രവത്വം, അങ്ങനെ അഴുകി ദ്രാവക രൂപത്തിലായില്ല. ഈ രഹസ്യമാണ് അവൻ 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിലൂടെ പ്രകാശിപ്പിക്കുന്നതും. കാരണം മരിച്ച 4-ാം ദിവസം മുതലാണ് ശവം അഴുകാൻ തുടങ്ങുന്നത് എന്നാണ് യഹൂദ പാരമ്പര്യം. യോഹന്നാൻ 10:11-39 അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് 4-ാം ദിവസമാണല്ലോ എന്ന് ലാസറിൻ്റെ സഹോദരിമാർ യേശുവിനോട് പറയുന്നുണ്ട്. ലാസറിനെ അടക്കം ചെയ്തിട്ട് 4-ാം ദിവസമായി. അപ്പം അഴുകാൻ തുടങ്ങിയിട്ടാണ്. 3-ാം ദിവസം കർത്താവ് ഉത്ഥാനം ചെയ്തു, അഴുകാൻ തുടങ്ങുന്നതിന് മുൻപ്. അപ്പം അഴുകിയിട്ടില്ല, അവൻ്റെ ജഡം ഇല്ല, അവൻ്റെ ശരീരം ജീർണത പ്രാപിച്ചിട്ടില്ല, ജീർണിച്ചിട്ടില്ല, അഴുകിയിട്ടില്ല, ദ്രവത്വം പ്രാപിച്ചിട്ടില്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 627 നിങ്ങൾക്ക് വായിക്കാം. എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും, അങ്ങ് എൻ്റെ പ്രാണനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്തകാരും ദൈവസഭക്കാരൊക്കെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്ന പറഞ്ഞ വചനം. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ ജഡം പ്രത്യാശയോടെ വസിക്കും, അങ്ങ് എൻ്റെ പ്രാണനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ എന്നാണ് എൻ്റെ ജഡം എന്നതുകൊണ്ട് ഹീബ്രു ഭാഷയിൽ ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യൻ, ജഡം എന്നതുകൊണ്ട് അതാണ് അർത്ഥം. ശരീരം ആത്മാവ് എന്ന വേർതിരിവ്, ഇപ്പം നമ്മളൊരു ഇല്ലേ, എനിക്ക് ശരീരമുണ്ട് എനിക്ക് ആത്മാവുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വേർതിരിവ് യഹൂദ സങ്കല്പത്തിലേ ഇല്ല. ഞാൻ എന്ന സർവനാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവ്. ഞാൻ എന്ന് പറയുന്നതിന് പകരം എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണൻ. ഇപ്പം മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ്, ശരീരമില്ലേ? അങ്ങനെ ഒരു വ്യത്യാസം മറിയത്തിലില്ല. കാരണം മറിയം ഒരു യഹൂദ സ്ത്രീയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശരീരത്തിനുള്ളിലുള്ള ഒരു ആത്മാവ്, അങ്ങനെ ഒരു ചിന്ത തന്നെ യഹൂദ സങ്കല്പത്തിലില്ല. പക്ഷെ ഗ്രീക്ക് സംസ്കൃതിയിൽ, ഗ്രീക്ക് ഭാഷയിലും ഗ്രീക്ക് തത്വജ്ഞാനത്തിലൊക്കെ, ഗ്രീക്ക് ഭാഷയിലും സംസ്കാരത്തിലും അതുപോലെ തത്വചിന്തയിലൊക്കെ ഈ വാക്കുകൾക്ക് വേറെ അർത്ഥമാണ്. ആത്മാവ് ശരീരം എന്നതിന് വേറെ അർത്ഥമാണ്. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ വിശ്വസിക്കുന്ന പോലെയാണ് ഗ്രീക്ക് തത്വചിന്ത. ഈ ഗ്രീക്ക് തത്വചിന്തയായിരിക്കണം ഹൈന്ദവ സഹോദരന്മാരെയും സ്വാധീനിച്ചിരിക്കാൻ സാധ്യത. മനുഷ്യൻ എന്നത്, ഗ്രീക്ക് തത്വചിന്തയിൽ മനുഷ്യൻ എന്നത് അഴുകുന്ന ശരീരവും അമർത്യമായ ആത്മാവുള്ള ജീവിയായിട്ടാണ് അവർ കരുതുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അഴുകുന്ന ശരീരവും അമർത്യമായ മരണമില്ലാത്ത ആത്മാവും. ഗ്രീക്ക് സെപ്തുജിന്തിൽ നിന്നാണ് പത്രോസ് സങ്കീർത്തന വചനം എടുത്തുപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് പത്രോസ് ഉദ്ദേശിക്കുന്നത്? അഴുകാൻ സാധ്യതയുള്ള ശരീരത്തിന് പോലും, ഗ്രീക്ക് സ്വാധീനമുള്ള വചനമാണ്, സെപ്തുജിന്താണ് പത്രോസ് ഉപയോഗിക്കണേ, ഹീബ്രു മൂലകൃതിയിൽ നിന്നല്ല. അപ്പോൾ അഴുകാൻ സാധ്യതയുള്ള ശരീരത്തിന് പോലും അമർത്യതയുണ്ടെന്ന പ്രത്യാശയാണ് പത്രോസ് പങ്കുവയ്ക്കണേ. അഴുകാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെട്ട ശരീരത്തിന് പോലും അമർത്യതയുണ്ട് എന്ന് വെച്ചാൽ ശരീരത്തോട് കൂടെയാണ് ഉത്ഥാനം. ഇതൊരു വിപ്ലവമാണ്. ശരീരത്തോട് കൂടെയാണ് നമ്മുടെ ഉയർപ്പ്, കർത്താവിൻ്റെ ഉയർപ്പ് പോലെ. യേശുവിൻ്റെ കാര്യത്തിൽ ശരീരം അഴുകിയില്ല, അവൻ ശരീരത്തോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. അത് അവൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടമല്ല. മനുഷ്യവംശത്തിൻ്റെ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക്, അതിനാണ് വിശ്വാസം എന്ന് പറയണേ, അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ശരീരത്തോടു കൂടി ഉയർക്കാനുള്ള സാധ്യത, അങ്ങനെ ശരീരം പുതിയ ജീവന്റെ രൂപത്തിൽ നിത്യം നിലനിൽക്കാനുള്ള, അനശ്വരമായി നിലനിൽക്കാനുള്ള സാധ്യതയാണ് യേശുവിൻ്റെ ഉത്ഥാനത്തോടു കൂടി സംഭവിച്ചത്. ഇതാണ് വളരെ വിശദമായിട്ട് 1 കൊരിന്ത്യസ് 15-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇത് യേശുവിൻ്റെ ഒരു വ്യക്തിപരമായ നേട്ടമല്ലെന്നും മനുഷ്യവംശത്തിൻ്റെ, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ തലവൻ എന്ന നിലയിൽ, വീണുപോയ മനുഷ്യവംശത്തിൻ്റെ തലവനാണ് ആദാം, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിൻ്റെ തലവനാണ് യേശു. ആ തലവൻ എന്ന നിലയിൽ നമ്മൾ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, അത് ഓർക്കണം, മരിച്ചവൻ ഉത്ഥാനം ചെയ്ത ഒരേ ഒരാളേ ഉള്ളൂ, മറ്റൊരാളും മരിച്ചവൻ ഉത്ഥാനം ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ മതനേതാക്കന്മാരും മതസ്ഥാപകരും ഒന്നും തന്നെ. അതിനാൽ യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക്
അഴുകലിൻ്റെയും മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത അനശ്വര ജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ആ സാധ്യതയാണ് ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് യേശു നേടിയതും അവൻ്റെ ജീവിതത്തിലും നമുക്കായിട്ട് നേടിയത്. ഹെബ്രായ ചിന്തയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഗ്രീക്ക് പാഠത്തിലെ തിരുവചനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പത്രോസ് ക്രൈസ്തവ വിശ്വാസം അവതരിപ്പിക്കുകയാണ്. പത്രോസ് യഹൂദനാണ്, പക്ഷെ ഗ്രീക്ക് പാഠം എടുക്കുകയാണ്. എന്തിനത്? ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പാണ്, ആത്മാവിൻ്റെ മാത്രം ഉയർപ്പല്ല. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു, ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പിൽ നമ്മൾ അച്ഛന്മാർ പലപ്പോഴും കുർബാനയ്ക്ക് മുമ്പ് പറയും ഇയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ആത്മാവെന്ന് പറയുമ്പോൾ അച്ഛന്മാർക്ക് അത് അറിയുമെന്നൊക്കെ അറിഞ്ഞുകൂടാ, പക്ഷെ സഭ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ്. അല്ലാതെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയി ആ ആത്മാവിന് വേണ്ടി നല്ല. ക്രിസ്ത്യാനികൾ ആത്മാവെന്ന് പറയുമ്പോൾ ആള് എന്നാണ് അർത്ഥം. ശരീരം എന്ന് പറഞ്ഞാലും ആള് എന്നാണ് അർത്ഥം. ശരീരത്തിൻ്റെ ഉയർപ്പിലും വിശ്വസിക്കുന്നു പറഞ്ഞാൽ ആളുടെ ഉയർപ്പിൽ, ആത്മാവിൻ്റെ മാത്രം ഉയർപ്പിലല്ല. അത് ഗ്രീക്കുകാരുടെയും ഹിന്ദുക്കളുടെയും വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം അതല്ല, ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. എങ്ങനെയാണ് നമ്മൾ മനുഷ്യരാകുന്നത്? ദൈവമാണ് നമ്മുടെ ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആത്മാവാണ് മുമ്പ്, ശരീരമല്ല. ആ ആത്മാവിന് ശരീരം കൊടുക്കാൻ നമ്മുടെ അപ്പനോടും അമ്മയോടും പറയുകയാണ്. ആത്മാവിന് ശരീരം കൊടുക്കാൻ ദൈവം സൃഷ്ടിച്ച ആത്മാവിന്. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ അപ്പനും അമ്മയും ശരീരം കൊടുത്തപ്പോൾ ആ ആത്മാവ് ആളായി മാറി. അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ പിന്നെ ആളായി മാറിക്കഴിഞ്ഞാൽ, മനുഷ്യനായി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആത്മാവെന്ന് പറഞ്ഞാലും ശരീരം എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ആളാണ്. അപ്പോൾ ആളായി തീർന്ന ആത്മാവ്, അതിനെയാണ് ശരീരം എന്ന് പറയുന്നതും ആത്മാവെന്ന് പറയുന്നതും. അതായത് നമുക്ക് ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ആത്മാവെന്ന് പറയുന്ന അർത്ഥത്തിലല്ല, നമ്മൾ മനുഷ്യനായി കഴിഞ്ഞിട്ട് നമ്മൾ ആത്മാവെന്ന് പറഞ്ഞാൽ ആള് എന്നാണ് അർത്ഥം. അപ്പോൾ യഹൂദനായ പത്രോസ് യഹൂദ മൂലകൃതിയിൽ നിന്ന് എടുക്കാതെ, ഹീബ്രു പാഠത്തിൽ നിന്ന് എടുക്കാതെ, ഗ്രീക്ക് സെപ്തജിന്തിൽ നിന്ന് എടുത്ത് അവതരിപ്പിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണത്? ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ അത് ആളുടെ ഉയർപ്പാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. അങ്ങ് ജീവന്റെ മാർഗങ്ങൾ എന്നെ അറിയിച്ചു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞാൻ എന്നെ സന്തോഷപൂർണ്ണനാക്കും. പുരുഷന്മാരെ, സഹോദരന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഇതാണ് പത്രോസ് പറയണേ. അതായത് ദാവീദ് പറഞ്ഞത് ദാവീദിനെ കുറിച്ചല്ലെന്നും മിശിഹായെക്കുറിച്ചാണെന്നും പറയാൻ വേണ്ടിയുള്ള തെളിവ് നൽകുകയാണ് പത്രോസ്. ദാവീദാണ് സങ്കീർത്തനം രചിച്ചത്. അതിൽ ഞാൻ എന്ന സർവനാമം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ കുറിച്ചല്ല. എന്താണ് തെളിവ്? ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു, അവൻ്റെ കല്ലറയാണ് ഈ കാണുന്നത്. പത്രോസിനത് ചൂണ്ടിക്കാണിക്കാവുന്ന തരത്തിൽ അത്ര അടുത്തായിരുന്നു ദാവീദിൻ്റെ കല്ലറ. ഈ നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചു വരികയാണല്ലോ, സ്ലീഹന്മാരുടെ നടപടി 2:1 വ്യാഖ്യാനം നമ്മൾ നൽകിയതാണ്. അപ്പോൾ അവിടെ കല്ലറയുടെ അടുത്താണ്, ദാവീദിൻ്റെ കല്ലറ കാണിച്ചു കൊടുക്കാൻ പറ്റും, അത്ര അടുത്താണ്. അപ്പോൾ ഈ ദാവീദിനെ കുറിച്ചല്ലല്ലോ. അപ്പോൾ ദാവീദ് പ്രവാചകൻ എന്ന നിലയിൽ വരാനിരുന്ന മിശിഹ രാജാവിനെ കുറിച്ച് പ്രവചിക്കുകയായിരുന്നു. പ്രവാചകൻ എന്ന നിലയിൽ പ്രവചിക്കുകയായിരുന്നു. ഇത് പത്രോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2:34-35, 8:30-35, 13:35-37 ഒക്കെ ഇതിങ്ങനെ പിന്നും വരുന്നുണ്ട്. അതാണ് പറയണേ, അവൻ പ്രവാചകനാകയാൽ തൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുവനെ തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദൈവം തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചുവെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവൻ പ്രവാചകനാകയാൽ. അപ്പോൾ തൻ്റെ പിൻഗാമികളിൽ ഒരാൾ തൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരുത്തും. തൻ്റെ പിൻഗാമികളിൽ ഒരാളെ ദൈവം എന്നേക്കും സിംഹാസനത്തിൽ ഇരുത്തും. അത് ദൈവം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവം സത്യം ചെയ്ത ശബ്ദം പിൻവലിക്കാൻ ദൈവത്തിന് കഴിയില്ല. സങ്കീർത്തനം 132:11 ദാവീദിന്റെ കുടുംബ പരമ്പര എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. സങ്കീർത്തനം 89:3-4, 132:11-12, 2 ശമൂവേൽ 7:11.
സ്വർഗത്തിലുള്ള ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ശാശ്വതമായി വാഴുന്ന രാജാവായ യേശുവിലാണ് ഈ ശപഥവും വാഗ്ദാനവും സത്യമായി നിറവേറിയത്. അപ്പം അതുകൊണ്ടാണ് ഇവൻ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ദാവീദ് പറയുന്നുണ്ടെങ്കിലും അത് ദാവീദിലല്ല. ഞാൻ എന്നെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദാവീദിലല്ല പൂർത്തിയായത്. തെളിവ് ദാവീദ് മരിച്ചു, അടക്കം ചെയ്തു, അവൻ്റെ കല്ലറയിത. അപ്പോൾ അത് അവൻ പ്രവാചകനാകയാൽ അവൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഒരു മിശിഹാ രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ജനം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് ദാവീദ് പ്രസ്താവിക്കുകയായിരുന്നു. പാതാളത്തിൽ വിട്ടുപേക്ഷിക്കുകയില്ല, പാതാളത്തിൽ വിട്ടുപേക്ഷിക്കുകയില്ല. ഇത് നമ്മൾ വളരെ, ഞാൻ ആവർത്തിക്കുകയാണ്, പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളൊക്കെ ഈ ഇതിൻ്റെ വ്യാഖ്യാനത്തിലാണ് നമ്മിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ വ്യാഖ്യാനം നന്നായിട്ട് കേൾക്കുക. അതിനു മുമ്പ് ശൂന്യമായ കല്ലറയെ ദൈവശാസ്ത്രപരമായി മനസ്സിലാക്കാൻ പത്രോസിൻ്റെ പെന്തക്കോസ്ത് പ്രഭാഷണം നമ്മൾ സഹായിക്കും. ശൂന്യമായ കല്ലറ എന്താണ്? ഈ ശൂന്യമായ കല്ലറയുടെ അർത്ഥം? യേശുവിൻ്റെ കല്ലറ ശൂന്യമായിരുന്നു. ആ കല്ലറ ഇപ്പോഴും കാണാം. ആ കല്ലറ ശൂന്യമായിരുന്നു, അന്നും ശൂന്യമായിരുന്നു. അപ്പോൾ എന്താണ് ഈ ശൂന്യമായ കല്ലറയുടെ ദൈവശാസ്ത്രം? എന്താണ് ദൈവം എന്താണ് നമ്മോട് അതിലൂടെ പറയുന്നത്? അത് മനസ്സിലാക്കാൻ പത്രോസിൻ്റെ ഈ പെന്തക്കോസ്ത് പ്രഭാഷണം നമ്മെ സഹായിക്കും. യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പത്രോസ് നടത്തുന്ന ആദ്യത്തെ പ്രഖ്യാപനമാണിത്. അതും ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ സ്വന്തം വാക്കുകൾ കൊണ്ടല്ല, സങ്കീർത്തകന്റെ വാക്കുകൾ കടമെടുത്തിട്ടാണ് പത്രോസ് പറയുന്നത്. അങ്ങയുടെ പ്രാണനെ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. പത്രോസ് ഉപയോഗിച്ചത് ആദിമസഭയുടെ ബൈബിളായ ഗ്രീക്ക് സെപ്തുജിന്ത് പാഠാന്തരത്തിലെ വചനങ്ങളാണ്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. മൂലകൃതിയായ ഹീബ്രുവിൽ നിന്നല്ല, പരിഭാഷയായ, അത് യഹൂദന്മാർ പരിഭാഷപ്പെടുത്തിയതാണ്. BC 250 തുടങ്ങിയതാണ്. ക്രിസ്തുവിന് മുമ്പ് 250 തുടങ്ങിയതാണ് ഈ പരിഭാഷ. ആദിമസഭയുടെ ബൈബിളായിരുന്നു ഈ സെപ്തുജിന്ത്. അതിൽ നിന്ന് എടുത്തിട്ടാണ് പത്രോസ് കോട്ട് ചെയ്തത്. മൂലപാഠമായ ഹീബ്രുവിൽ നിന്ന് ഈ പാഠത്തിന് ഒരല്പം വ്യത്യാസമുണ്ട്. അങ്ങനെ പാതാളത്തിലേക്ക് വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ദ്രവത്വം അഴുകാൻ കാണാൻ അനുവദിക്കുകയുമില്ല. അങ്ങനെയാണ് ഹീബ്രു മൂലകൃതിയിൽ കിടക്കണേ. ഒന്നുകൂടി ഞാൻ പറയാം, ഇത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്. ഹീബ്രു മൂലപാഠത്തിൽ കിടക്കുന്നത് അങ്ങനെ പാതാളത്തിലേക്ക് വിടുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ അഴുകാൻ അനുവദിക്കുകയുമില്ല, ദ്രവത്വം കാണാൻ അനുവദിക്കുകയുമില്ല. സങ്കീർത്തനം 16:10-11. ഈ മൗലിക ഹീബ്രു പാഠത്തിൽ സങ്കീർത്തകൻ പറയുന്നത് താൻ ചെന്നെത്തിയിരിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന സന്ദർഭത്തിലും ദൈവം തന്നെ സംരക്ഷിക്കുമെന്നും, മരണത്തിൽ നിന്ന് ദൈവം തന്നെ പരിച കൊണ്ട് മറയ്ക്കുമെന്നും, അങ്ങനെ താൻ സുരക്ഷിതമായി വസിക്കുമെന്നുമാണ്. അതായത് ശവക്കുഴി കാണാൻ ദൈവം എന്നെ അനുവദിക്കില്ല. അങ്ങനെ പാതാളത്തിലേക്ക് വിടുകയില്ല എന്ന് പറഞ്ഞാൽ ശവക്കുഴി കാണാൻ അങ്ങനെ അനുവദിക്കില്ല എന്നർത്ഥം. അതാണ് എൻ്റെ അർത്ഥം. പാതാളം എന്ന് വെച്ചാൽ മരിച്ചവരുടെ താവളം. അത് കല്ലറയിൽ തുടങ്ങും. അവിടേക്ക് എന്നെ നയിക്കില്ലെന്നാണ്, മരണത്തിലേക്ക് എന്നെ നയിക്കില്ലെന്നാണ് ഹീബ്രു പാഠത്തിൽ. അയാൾ ശവക്കുഴി കാണുകയില്ല, അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, ശവക്കുഴിയിലേക്ക് വിടുകയില്ല. എന്നാൽ പത്രോസ് നടത്തിയ പ്രഖ്യാപനത്തിൽ എന്താണ് പറഞ്ഞത്? എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും, എന്നാൽ എൻ്റെ ആത്മാവിനെ അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ലെന്നാണ്. പാതാളത്തിലേക്ക് വിടുകയില്ലെന്നല്ല പത്രോസ് പറഞ്ഞത്, പാതാളത്തിൽ ഉപേക്ഷിക്കില്ല. അവൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അവൻ അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവനിക്ക് കാണിച്ചു തന്നു. ഇതാണ് പത്രോസ് പറഞ്ഞത്. അതായത് ഹീബ്രുവിലുള്ളതല്ല ഗ്രീക്കിൽ. സങ്കീർത്തന്റെ വാക്കുകൾ എടുത്തിട്ട് പത്രോസ് യേശുവിന്റെ ഉത്ഥാനത്തെ വ്യാഖ്യാനിക്കുകയാണ്. സെപ്തുജിന്തിൽ നിന്നാണ് ഉദ്ധരിച്ചെന്ന് പറഞ്ഞല്ലോ. മൗലിക പാഠമായ ഹീബ്രു ബൈബിളിലെ അവിടുന്ന് എന്നെ പാതാളത്തിലേക്ക് തള്ളുകയില്ല എന്നാണെങ്കിൽ, ഈ ഗ്രീക്ക് ബൈബിളിൽ പറയുന്നത്
അവൻ എന്നെ പാതാളത്തിൽ വിട്ടുപേക്ഷിക്കുകയില്ലെന്നാണ്. പാതാളത്തിലേക്ക് തള്ളുകയില്ലെന്നല്ല, പാതാളത്തിൽ വിട്ടുപേക്ഷിക്കുകയില്ല. വ്യത്യാസം മനസ്സിലായോ? പാതാളത്തിൽ പോകും, പക്ഷെ അവിടെ വിട്ടുപേക്ഷിക്കില്ല. ഇതാണ് ഗ്രീക്കിൽ കിടക്കുന്നത്. അവിടെ വെച്ച് ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. പാതാളത്തിലേക്ക് വിടുകയില്ല എന്നാണ്. പാതാളത്തിലേക്ക് വിടുകയില്ല അല്ലെങ്കിൽ ശവക്കുഴി കാണാൻ അനുവദിക്കില്ല എന്നാണ് ഹീബ്രുവില്. പാതാളത്തിൽ വിട്ട് ഉപേക്ഷിക്കുകയില്ല എന്നാണ് ഗ്രീക്കില്. പത്രോസ് ഉപയോഗിക്കുന്നത് ഹീബ്രു അല്ല, ഗ്രീക്കാണ്. ഞാൻ ഇച്ചിരി ആവർത്തിച്ചതിന് കാരണം ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് ഇങ്ങനെ ഈ പെന്തക്കോസ്തക്കാരും യഹോവസഭയിലും ദൈവസഭക്കാരും ഇങ്ങനെ പ്രസംഗിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചത്. മാത്രമല്ല, ഇത് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഒരു ആവശ്യമാണ് താനും. ദാവീദാണ് ഈ സങ്കീർത്തനം ആദ്യമായി പാടിയത്. അതേസമയം ആ പ്രവചനം ദാവീദിൽ പൂർത്തിയായില്ല. പാതാളത്തിലേക്ക് വിടുകയില്ല എന്ന് പറഞ്ഞിട്ട് പാതാളത്തിലേക്ക് വിട്ടില്ലേ ദാവീദിനെ? തെളിവല്ലേ? മരിച്ച് അടക്കം ചെയ്തൊരു കല്ലറ. അവൻ മരിച്ചടക്കപ്പെട്ടു. എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം, അവൻ്റെ കല്ലറ ഇപ്പോഴും എവിടെ ഉണ്ടല്ലോ. അവൻ്റെ ജഡം സ്ഥിതി ചെയ്യുന്ന ശവകുടീരം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിട്ടില്ല എന്നതിന് തെളിവാണ്. ആര്? ദാവീദ്. ദാവീദിൻ്റെ ജഡം സ്ഥിതി ചെയ്യുന്ന ആ ശവകുടീരം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിട്ടില്ലെന്ന് തെളിവാണ് ദാവീദ്. എന്നാലും സങ്കീർത്തനം പാഠം സത്യം തന്നെയാണ്. കാരണം എന്താ? അത് ദാവീദിനെ കുറിച്ചല്ല, ദാവീദ് ഗോത്രത്തിൽ നിന്നും ജനിച്ച മിശിഹായെക്കുറിച്ചാണ്. മിശിഹായെക്കുറിച്ച് തീർച്ചയായും ശരിയായ യഥാർത്ഥമായ ദാവീദായി വെളിപ്പെട്ടവൻ യേശുവാണ്. കാരണം അവൻ്റെ കാര്യത്തിൽ മാത്രം ഈ വാഗ്ദാനം കണിശമായി നിറവേറിയിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അങ്ങ് അനുവദിക്കുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അങ്ങ് അനുവദിക്കുകയില്ല. ഉത്ഥാന പ്രഘോഷണത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ രൂപമാണ് പത്രോസിൻ്റെ വായിൽ നമ്മൾ കാണുന്നത്. അത് ചരിത്രത്തെ തൊട്ടറിഞ്ഞ ആചാര്യനായ വിശുദ്ധ പത്രോസ് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് തന്നെ അതിൻ്റെ അത്യുന്നതമായ ആധികാരികതയ്ക്ക് തെളിവാണ്. മാത്രമല്ല, ഉത്ഥാനത്തിൻ്റെ മൗലിക പ്രഘോഷണമാണിത്. അവൻ്റെ ശരീരം ജീർണിക്കാൻ, യേശുവിൻ്റെ ശരീരം ജീർണിക്കാൻ ദൈവം അനുവദിച്ചില്ല. പാതാളത്തിൽ വിട്ട് ഉപേക്ഷിച്ചില്ല, ജീർണിക്കാൻ അനുവദിച്ചതുമില്ല. പാതാളത്തിലേക്ക് ശവക്കുഴി കാണാനായിട്ട് തന്നെ അനുവദിക്കില്ലെന്നല്ല, മറിച്ച് അത് ആ ശവക്കുഴിയിൽ, കല്ലറയിൽ അവന് വിട്ടുപേക്ഷിച്ചില്ല. ഹീബ്രു പാഠത്തിൽ പാതാളത്തിലേക്ക് തന്നെ വിടുകയില്ലെന്നാണ് ദാവീദ് പറഞ്ഞത്. എന്നിട്ടും ആ സന്ദർഭത്തിൽ, സങ്കീർത്തനം പാടി സന്ദർഭത്തിൽ ശവക്കുഴി കാണാൻ അനുവദിച്ചില്ല. പക്ഷെ പിന്നീട് ശവക്കുഴി കാണേണ്ടി വന്നു ദാവീദ്. അപ്പം അതുകൊണ്ട് ഈ സങ്കീർത്തനം ദാവീദിനെ കുറിച്ചല്ല. കാരണം മരിച്ചടക്കപ്പെട്ട് കിടക്കുകയാണ് അവിടെ കല്ലറ കാണിച്ചു തരികയാണ് പത്രോസ്. അപ്പം കല്ലറ കണ്ടാൽ തന്നെ പറയാലോ അവൻ മരിച്ചു അടക്കപ്പെട്ടു, അവന് ശരീരം ജഡം അവിടെ ഉണ്ട് എന്ന് തെളിവാണ്. അപ്പം ഈ സങ്കീർത്തനം അവിടെ പൂർത്തിയായിട്ടില്ല. ആരിൽ? ദാവീദിൽ. പൂർത്തിയായത് മിശിഹായിലാണ്. അവൻ ശവക്കുഴി കാണുകയില്ലെന്നല്ല, ശവക്കുഴിയിൽ വിട്ടുപേക്ഷിക്കപ്പെട്ടില്ല, പാതാളത്തിൽ വിട്ടുപേക്ഷിക്കപ്പെട്ടില്ല. ഗുരുപരമ്പരയിൽ പൗലോസ് നമുക്ക് കൈമാറുന്ന യെറൂസലേമിൽ നിന്നുള്ള ഏറ്റവും പ്രാചീനമായ വിശ്വാസ പ്രമാണ സൂക്തത്തിൽ വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ നെടുങ്കൻ പാതയിലാണ് ആദിമസഭയുടെ ഏറ്റവും ശക്തമായ വിശുദ്ധ ഗ്രന്ഥ തെളിവാണ് ഈ 16-ാം സങ്കീർത്തനം. ഇല്ലേ? യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? 16-ാം സങ്കീർത്തനത്തിൽ. അത് ദാവീദാണ് എഴുതിയതെങ്കിലും ദാവീദിൽ പൂർത്തിയായില്ല, യേശുവിൽ പൂർത്തിയായുള്ളൂ. തെളിവാണ് ദാവീദിന്റെ കല്ലറ. ക്രിസ്തു, ദൈവത്താൽ അയക്കപ്പെട്ട യഥാർത്ഥ ദാവീദായ ക്രിസ്തു ജീർണിക്കുകയില്ല. ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് ഇല്ലേ, ഈ സങ്കീർത്തനം ക്രിസ്തുവിനെ കുറിച്ചാണ്, ദാവീദിനെ കുറിച്ചല്ലെന്ന് ആദിമസഭ തിരിച്ചറിഞ്ഞു. എങ്ങനെ തിരിച്ചറിഞ്ഞു? യേശു മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തപ്പോൾ, ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തപ്പോൾ അതെ അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഈ വ്യത്യാസം, അതായത് ഹീബ്രു പാഠത്തിലെയും ഗ്രീക്ക് പാഠത്തിലെയും അന്തരം മനസ്സിലാക്കാത്തവർ, പിന്നെ വേറെ ഉണ്ട് ഒരുപാട് പാഠങ്ങൾ. 1 പത്രോസ് 3:19, 4:6 ഇല്ലേ, മരിച്ചവരുടെ അവൻ സുവിശേഷം പ്രസംഗിച്ചു. അവൻ ആത്മാവോട് കൂടെ ചെന്ന് തടവിലായിരുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു. അതിനൊക്കെ പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്നുള്ള ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാതാളത്തിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്തു കർത്താവ്. അപ്പോൾ
ഈ പാഠവും മറ്റു പാഠങ്ങളും, ഈ 1 പത്രോസ് 3:19, 4:6, ഈ തിരുവചന പാഠങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് യേശു പാതാളത്തിലേക്ക് ഇറങ്ങിയില്ല എന്ന് ഈ യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ പറഞ്ഞു നടക്കണേ. അവർക്ക് ഈ വചനം, അതായത് ഹീബ്രും ഗ്രീക്കും തമ്മിൽ അന്തരമോ, പത്രോസ് എങ്ങനെ ഉപയോഗിച്ചുവെന്നോ, ദാവീദിൻ്റെ കാര്യത്തിൽ ഇത് പൂർത്തിയായില്ലെന്നും യേശുവിലാണ് പൂർത്തിയായതെന്നുള്ള കാര്യം, ഈ കണക്ഷൻസ് ഒന്നും തന്നെ അവർ പരിഗണിക്കുന്നില്ല. അവരിങ്ങനെ വചനം മാത്രം ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു, വചനം അതിപ്പോൾ മലയാളത്തിലാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് പല പല പരിഭാഷകൾ വേണ്ടി വരണേ? മൂലപാഠത്തിലുള്ളത് കൃത്യമായിട്ട് ധ്വനിപ്പിക്കാൻ ഒരു പരിഭാഷയ്ക്കും കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് പല പരിഭാഷകൾ വേണം, പല ബൈബിൾ വേണമെന്നൊക്കെ ഞാൻ പറയണേ. എൻ്റെ കയ്യിൽ കിട്ടാവുന്ന എല്ലാതരം ബൈബിളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 40 ഭാഷകളുടെ ബൈബിളുണ്ട് എൻ്റെ കയ്യിൽ. അതെല്ലാം എനിക്ക് വായിക്കാൻ അറിയില്ല. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ കിട്ടാവുന്ന എല്ലാ തർജ്ജമകളും ഞാൻ വാങ്ങിക്കും. അതുപോലെ മലയാളത്തിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും എനിക്ക് വായിക്കാൻ അറിയുന്ന ഭാഷകളൊക്കെ. കാരണം മൂലപാഠത്തിലുള്ളത് അങ്ങനെ തന്നെ ധ്വനിപ്പിക്കുക ഒട്ടും എളുപ്പമല്ല. ഇതൊന്നും അറിയാതെ വെറുതെ അപ്പം അവരങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട്. അവർക്കും അജ്ഞതയുണ്ട്. അജ്ഞതയുള്ള ഒരുപാട് പേര് പുറത്ത് നിൽപ്പുണ്ട്. ഈ അജ്ഞരെ വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് അവർ ചെയ്യുന്ന ഒരു രീതി. പക്ഷെ ആത്യന്തികമായിട്ടത് പരിശുദ്ധാത്മാവിനെതിരായതുകൊണ്ട് അവർ വിജയിക്കില്ല. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ജഡം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻകൂട്ടി കണ്ട് പ്രസ്താവിച്ചത്. പത്രോസിൻ്റെ ഈ സ്ലേഹന്മാരുടെ നടപടി 2:31 പത്രോസ് പറയുന്നതാണത്. ജീർണിക്കാൻ ഇടയായതുമില്ല. ഉത്ഥാനത്തിൻ്റെ ഒരു പ്രായോഗിക നിർവചനമാണ് ഈ വാക്ക്. ജീർണിക്കാൻ ഇടയായതുമില്ല. ജഡം ജീർണിക്കാൻ തുടങ്ങുമ്പോഴാണ് മരിച്ചവെന്ന് തീർച്ചയാകുന്നത്. ശരീരം മണ്ണോട് മണ്ണായി മനുഷ്യൻ പൊടിഞ്ഞില്ലാതാകുന്നത്. അപ്പോഴാണ് മരണം അയാളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുവെന്ന് തീർച്ചയാകുന്നത്. അയാളിനെ മനുഷ്യനായി നിലനിൽക്കുകയില്ല അഴിയാൻ തുടങ്ങുമ്പോൾ. അധോലോകത്ത് അയാളുടെ ഒരു നിഴല് അവശേഷിക്കാം. ഇങ്ങനെ ഈ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ വീക്ഷിച്ചാൽ യേശുവിൻ്റെ ശരീരം അഴിഞ്ഞില്ല, അതായത് ദ്രവത്വം കണ്ടില്ല എന്നത് ആദിമസഭയ്ക്ക് അടിസ്ഥാനപരമായ ഒരു വസ്തുതയായിരുന്നു. എങ്കിൽ മാത്രമേ യേശു മരണക്കയത്തിൽ കുടുങ്ങിപ്പോയില്ല എന്നും ശവകുടീരത്തിൽ നിത്യമായി വസിച്ചില്ല എന്നും അവനിൽ ജീവൻ മരണത്തെ കീഴടക്കിയിരിക്കുന്നുവെന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ സ്വീകരിച്ചതിന് കാരണം അവൻ അവിടെ ജീർണിച്ചില്ല എന്നുള്ളതാണ്. അവൻ ജീർണിച്ചില്ല, അവൻ്റെ ശരീരം ജീർണിച്ചില്ല, അവൻ ശരീരത്തിൽ ഉത്ഥാനം ചെയ്തു. അപ്പോഴാണ് ആദിമസഭയ്ക്ക് മനസ്സിലായത് യേശു മരണക്കയത്തിൽ കുടുങ്ങിപ്പോയില്ല, പാതാളത്തിൽ വിട്ട് ഉപേക്ഷിക്കപ്പെട്ടില്ല. പാതാളത്തിലേക്ക് നയിച്ചില്ലെന്നല്ല, പാതാളത്തിൽ വിട്ട് ഉപേക്ഷിക്കപ്പെട്ടില്ല. അവൻ ശവകുടീരത്തിൽ നിത്യമായി വസിച്ചില്ല. അവനിൽ ജീവൻ, ദൈവിക ജീവൻ, അവൻ്റെ ജീവൻ മരണത്തെ കീഴടക്കിയിരിക്കുന്നു. മരണത്തിൽ ഉൾപ്പെടാതെ, അതായത് മരണത്തിൽ പിടിച്ചു വയ്ക്കാൻ പറ്റാതെ മരണത്തെ ജയിച്ചവനായി യഥാർത്ഥ മൃത്യുഞ്ജയൻ എന്ന് പറയാവുന്ന തരത്തിൽ ഇരിക്കാൻ ഒരേ ഒരാൾക്ക് പറ്റിയുള്ളൂ, അത് യേശു ക്രിസ്തുവിനാണ്. ഈ 16-ാം സങ്കീർത്തനത്തിൻ്റെ സെപ്തിയന്ത് പതിപ്പിൽ നിന്ന് ആദിമസഭ നിഗമനത്തിൽ എത്തിയത് എന്താണോ അത് തന്നെയാണ് സഭാപിതാക്കന്മാരെ കാലയളവിലെ എല്ലാ വീക്ഷണങ്ങളെയും നിർണയിച്ചത്. ഈ ആദിമസഭ, അതായത് പെത്രോസും കൂട്ടരും അനുഭവിച്ചറിഞ്ഞതു, അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സങ്കീർത്തനങ്ങൾ അവർ വ്യാഖ്യാനിച്ചു. അതെന്താണോ ആ യാഥാർത്ഥ്യം, അതാണ് എല്ലാ സഭാപിതാക്കന്മാരും അവരുടെ കാലയളവിലെ എല്ലാവരെയും അവരുടെ ചിന്താഗതികളൊക്കെ നിർണയിച്ചത്. അതാണ് ഉത്ഥാനം സാരാംശത്തിൽ ധ്വനിപ്പിക്കുന്നത് യേശുവിൻ്റെ ശരീരം ജീർണിച്ചില്ല എന്ന് തന്നെയാണ്. ഈ അർത്ഥത്തിൽ ഉത്ഥാന പ്രഘോഷണത്തിൻ്റെ ശക്തമായ വേദഗ്രന്ഥ ഘടകമാണ് ശൂന്യമായ കല്ലറ. ചിലരൊക്കെ പറയാറുണ്ട് യേശുവിൻ്റെ ഉത്ഥാനവും യേശുവിൻ്റെ ശരീരത്തിൽ ജീർണിക്കലും ഒരേ സമയം ഇങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ട് പോകാം, അവ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ചില അത്യാധുനിക ദൈവശാസ്ത്രന്മാരെന്ന് പറയുന്നവരും അങ്ങനെ വാദിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ബൈബിളിൻ്റെ വീക്ഷണത്തിന് കടകവിരുദ്ധമാണ്. യേശുവിൻ്റെ ജഡം ശവകുടീരത്തിൽ കിടന്നിരുന്നുവെങ്കിൽ, അത് ജീർണിച്ചിരുന്നുവെങ്കിൽ യേശു ശരീരത്തിൽ ഉത്ഥാനം ചെയ്തുവെന്ന് എങ്ങനെ അപ്പസ്തലന്മാർക്ക് പ്രഘോഷിക്കാൻ പറ്റുമായിരുന്നു? അതും ആ ദിവസങ്ങളിൽ. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൻ്റെ ആരംഭകൻ എന്നറിയപ്പെടുന്ന ടേർട്ടുല്യൻ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്
എന്ന രേഖയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മാംസമാണ് രക്ഷയുടെ വിജാഗിരി. രക്ഷയുടെ വിജാഗിരി എന്ന് പറയുന്നത് മാംസമാണ്. നമ്മുടെ ഉത്ഥാനം എന്നത് ശരീരത്തോട് കൂടിയ ഉത്ഥാനമാണ്. വിശ്വാസപ്രമാണത്തിൽ നാം ചൊല്ലുന്നത് ശരീരത്തിന് ഉയർപ്പിലും വിശ്വസിക്കുന്നുവെന്നാണ്. എങ്കിലും ശരീരത്തിന് ഉയർപ്പെന്ന് പറയുമ്പോൾ ഈ ഭൗതിക ശരീരം, ഇസ്ലാം വിചാരിക്കുന്ന പോലെ ഭൗതിക ശരീരം അങ്ങനെ തന്നെ പോകുന്നതല്ല. ഭൗതികമാണെങ്കിൽ അത് നശിക്കും. ഭൗതികമായത് എന്തും നശിക്കും, അതിന് അവസാനമുണ്ടാകും. അപ്പോൾ ഈ ഭൗതിക ശരീരം ഞാൻ പറഞ്ഞു കഴിഞ്ഞത് നമ്മുടെ ആളിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആളായി മാറിയ ശരീരം, ആളായി മാറിയ ആത്മാവ്, അതിനെ ഞാൻ എന്നൊക്കെ നമ്മൾ പറയണേ, അത് രൂപാന്തരപ്പെട്ട് പുതിയ ഈ ഭൗതിക ലോകത്തിൻ്റെതായ പരിമിതികളില്ലാത്തൊരവസ്ഥയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ശരീരമാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഈ ഭൗതിക ശരീരമല്ല, തേജസാർന്ന ശരീരമാണ്. അതെങ്ങനെ ഇരിക്കും ചോദിച്ചാൽ, യേശുവിനെ ഉത്ഥാനം ചെയ്ത് യേശുവിനെ നോക്കിയാൽ കൃത്യം ഉത്തരം കിട്ടും. എന്താണ്? അവൻ വാതിലും ജനലൊക്കെ അടച്ചിരിക്കുകയും അവൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അവർ പേടിച്ചു കഴിയുമ്പോൾ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഭൂതമോ പ്രേതമൊന്നുമല്ല. ഭൂതത്തിനും പ്രേതത്തിനും ശരീരമില്ലല്ലോ, എനിക്ക് ശരീരമുണ്ട്. തൊട്ട് നോക്കൂ. സ്ത്രീകൾ അവൻ്റെ ഈ ഉത്ഥിതനായ കർത്താവിൻ്റെ കാൽപ്പാതിൽ കെട്ടിപ്പിടിച്ചു. അല്ലേ? മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ കാണാം, 10-ാമത്തെ വാക്യം. മറിയം മഗ്ദലേന, തോമസ് ലീഗ, നമ്മുടെ തോമസ് ലീഗ. അപ്പോൾ അവന് ശരീരമുണ്ട്, പ്രേതവും ഭൂതവും ഒന്നുമല്ല, ശരീരമുണ്ട്. പക്ഷേ ജനലും വാതിലൊക്കെ അടച്ചാലും വരാം. അപ്പോൾ ഭൗതിക ലോകത്തിൻ്റെ പരിമിതികളില്ലാത്ത, ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികളില്ലാത്തൊരു ശരീരം, അതിനെയാണ് ശരീരത്തിന് ഉയർപ്പ് നമ്മൾ പറയണേ. ശരീരം അഴുകുന്നു, ആത്മാവ് ദൈവത്തെ സന്ധിക്കാനായി പോകുന്നു. എന്നാൽ മഹത്വീകൃതം ശരീരമായി പുനരയിക്കപ്പെടാനായി ആത്മാവ് കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുനരയിക്കപ്പെടൽ അന്തിമനാളിൽ സംഭവിക്കുന്നത്. പക്ഷെ ആത്മാവ് ഇല്ലേ, മരിക്കുമ്പോൾ ശരീരം അഴുകുന്നു, ആത്മാവ് പോകുന്നെന്ന് പറയുമ്പോഴും ആ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രീക്ക് തത്വചിന്തയിലോ ഹിന്ദു സഹോദരന്മാരെ പറയുന്നത് പോലെ അല്ല, ആളായി മാറിയ ആത്മാവാണ്. ആള്. ശരീരം പിന്നീട് പുനരയിക്കപ്പെടുക തേജസ്സോടെ, അത് അന്തിമനാളിലാണ്. പക്ഷെ അപ്പോഴും ആളായി മാറിയ ആത്മാവാണ് ദൈവത്തെ സന്ധിക്കാനായിട്ട് തനതുവിധി കഴിഞ്ഞ് പോകുന്നത്, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നത്. സ്വന്തം ശരീരത്തോടു കൂടെ യേശു ഉത്ഥാനം ചെയ്തതുപോലെ നമ്മുടെ ഈ താഴ്ന്ന ശരീരത്തെ മഹത്വീകൃതമായ ശരീരമായി യേശു രൂപാന്തരപ്പെടുത്തും. കത്തോലിക്ക സഭയുടെ മതബോധനം 999. അതിനാൽ ഇപ്പോൾ നമുക്കുള്ള ഈ മാംസത്തിൻ്റെ ഉയർപ്പിൽ, ശരീരത്തിൻ്റെ ഉയർപ്പിൽ നാം വിശ്വസിക്കുന്നു. ആളുടെ ഉയർപ്പിൽ മറ്റൊരു മതത്തിലും ഇതില്ല. ആളുടെ ഉയർപ്പ് അതൊരു ഭയങ്കര സംഗതിയാണ്. ആത്മാവ് സ്വതവേ അമരത്വമുണ്ടെന്നും അതിന് ഇല്ലേ മരണമില്ലെന്നും അതുകൊണ്ട് ആത്മാവ് ഇങ്ങനെ ജീവിക്കുമെന്നും അതൊന്നും ക്രൈസ്തവ വിശ്വാസമല്ല. അങ്ങനെയൊന്നും അല്ല, അത് നമ്മുടെ വിശ്വാസമല്ല. ഇത് നമ്മൾ മറ്റ് അന്യമതസ്ഥരുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ടും അന്യമതസ്ഥർ നമ്മൾ പല കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അത്ര ഉറപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ട് അവരും നമ്മളും പറഞ്ഞത് ഒന്ന് തന്നെയാണ്, എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊക്കെ വിചാരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന വലിയൊരു ഘടകം, വിശ്വാസത്തെക്കാൾ വലിയൊരു ഘടകമാണ് നമുക്ക് രാഷ്ട്രീയം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? രാഷ്ട്രീയക്കാർക്ക് മതേതരത്വം വേണം. ഏത് മതമായാലും കുഴപ്പമില്ല, എല്ലാ മതങ്ങളിലും വോട്ട് കിട്ടണം. അവിടെ അപ്പോൾ തീവ്രവാദ സംഘടനകളായാൽ പോലും അവർക്കൊന്നും വിരോധമില്ല. കാരണം വോട്ട് കിട്ടില്ലെങ്കിൽ ഭരിക്കാൻ പറ്റില്ല. ഭരണമാണ് ബേസിക്കായിട്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഭരണം കിട്ടാൻ വേണ്ടി ഏത് വിശ്വാസമായാലും കുഴപ്പമില്ല, എല്ലാ വിശ്വാസം കുഴപ്പമില്ല എന്ന മട്ടിലൊക്കെ കേൾക്കുന്നത് കൊണ്ടും, വിശേഷിച്ച് മലയാളികൾ രാഷ്ട്രീയ ബോധം കൂടുതലും വിശ്വാസബോധം കുറവായതുകൊണ്ടും നമുക്ക് ഈ അന്യമതസ്ഥരുടെ വിശ്വാസങ്ങൾ നമ്മെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ തനത്, ആ നിർമ്മലമായ അംശം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്. ഗ്രഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പോലും ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണമെന്നും ഞാൻ പറഞ്ഞതൊക്കെ നോട്ടെടുത്ത് നിങ്ങൾ പഠിക്കണമെന്നും മറ്റുള്ളവരെ അറിയിക്കണമെന്നും വീണ്ടും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇത് അന്യമതസ്ഥരോട് പറയണം, ഞങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു ഭയങ്കര വിപ്ലവമാണ്. നിങ്ങളിപ്പോൾ ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. ഭയങ്കര വിപ്ലവമാണ് കർത്താവ് ചെയ്തത്. ശരീരത്തിൻ്റെ ഉയർപ്പ്, അതായത് ആളുടെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നത്, ആത്മാവിൻ്റെ ഉയർപ്പിലല്ല. അതായത് ആത്മാവിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാലും അത് ആളുടെ ഉയർപ്പെന്നാണ് അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുക്കളും ഗ്രീക്കുകാരും പറയുന്ന പോലെ അല്ല. ഇതാണ് പത്രോസ് ലേഖ വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ ഉത്ഥാനം അവതരിപ്പിച്ചുകൊണ്ട്. അതായത് യേശു ഉത്ഥാനം ചെയ്തിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ്
ആ കല്ലറ ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന തരത്തിൽ അത്ര അകലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പത്രോസ്ലീഹ പ്രസംഗിച്ചെന്ന് ഓർക്കണം. യേശു ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ പത്രോസ് അങ്ങനെ പറയാൻ പറ്റുമോ? ഹലോ മിസ്റ്റർ പത്രോസേ, അവിടെ കർത്താവിൻ്റെ ശരീരം, യേശുവിൻ്റെ ശരീരം അവിടെ ഉണ്ടല്ലോ എന്ന് അവർ ചൂണ്ടിക്കാണിക്കില്ലേ? അത് ശൂന്യമായി കല്ലറയാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ. അപ്പോൾ കർത്താവിൻ്റെ ശരീരം ഇല്ലായിരുന്നുള്ള വലിയൊരു തെളിവാണ് നമ്മുടെ ഉയർപ്പിൻ്റെ കെട്ടും മട്ടും രീതിയും. അതാണ് അതിലൂടെ അവതരിപ്പിച്ചത്. യേശു ഉത്ഥാനം ചെയ്തുകൊണ്ട് അത് വ്യക്തമാക്കി. അത് എന്തായിരുന്നെന്ന് പത്രോസിൻ്റെ വ്യാഖ്യാനം കൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. അത് വ്യാഖ്യാനിക്കാൻ യേശു ഉത്ഥാനം അതിൻ്റെ വെളിച്ചത്തിൽ സങ്കീർത്തനം വായിച്ചപ്പോഴാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെയാണ് യേശു ഉത്ഥാനം ചെയ്തത്. എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? സങ്കീർത്തനം 16. അത് ഹീബ്രുവിലാണോ ഗ്രീക്കിലാണോ? ഹീബ്രുവിലല്ല, കുറച്ചുകൂടി ഗ്രീക്കിലാണ് കുറച്ചുകൂടി നന്നായിട്ട് കിടക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച്. അതുകൊണ്ട് അവർ ഈ മൂലകൃതി എടുക്കാതെ അതിൻ്റെ പാഠാന്തരം എടുത്തു. ആ പാഠാന്തരവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ തയ്യാറാക്കപ്പെട്ടതാണെന്ന് ഓർക്കണം. ഈ സെപ്തുജിന്ത്, ആദിമസഭയുടെ ബൈബിൾ സെപ്തുജിന്താണ്, ഹീബ്രു അല്ല. ഇതൊക്കെ നമ്മളെ മനസ്സിൽ വെച്ചാലാണ് നമുക്ക് ശരിക്കും കർത്താവ് എന്താണ് ചെയ്തത്, കർത്താവിന് ഉത്ഥാനം കൊണ്ട് നമ്മളെങ്ങനെ ബാധിക്കുന്നു. നമ്മൾ ശരീരത്തിന് ഉയർപ്പിലാണ് വിശ്വസിക്കുന്നത്. അതായത് വെറും ആത്മാവിൻ്റെ മാത്രം, ശരീരത്തിന് വേറിട്ട് നിൽക്കുന്ന ആത്മാവിൻ്റെ ഉയർപ്പിലല്ല, ആളുടെ ഉയർപ്പിൽ, ആളായി തീർന്ന ആത്മാവിൻ്റെ ഉയർപ്പിൽ, ആളായ ശരീരത്തിൻ്റെ ഉയർപ്പിൽ. അപ്പോൾ ശരീരത്തിൻ്റെ ഉയർപ്പെന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പാണ്. ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്ക് കൂട്ടായിരിക്കണമേ എന്നാണ്. ഇത് മനസ്സിൽ പതിയട്ടെ. നമ്മളൊരു വീട്ടിലൊക്കെ പോകുമ്പോഴേക്ക് ഈ വാക്കുകൾ കേൾക്കും. പക്ഷെ കേൾക്കുമ്പോഴൊക്കെ ഓർക്കണം, ഹിന്ദു സഹോദരന്മാരും ഗ്രീക്ക് തത്വജ്ഞാനികളും പറയുന്നത് പോലെ അല്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ട് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ മനസ്സിൽ, ക്രിസ്ത്യാനികളുടെ മനസ്സിൽ. എന്നിട്ട് മറ്റുള്ളവർ പറയണം. നമുക്ക് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവരോട് പറയണം. ഒരു പ്രാവശ്യം കേട്ടോണ്ട് മാത്രം മനസ്സിലാകില്ല, പിന്നെയും കേൾക്കൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടെ മാനസാന്തരമുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.